എനിക്കിന്ന് പറയാനുള്ളത് മതങ്ങളിലെ പുരുഷ മേധാവിത്വത്തെ പറ്റിയാണ്. നമുക്കറിയാമല്ലോ, നമുക്കെല്ലാവർക്കും അറിയാം, ക്രിസ്ത്യാനികളുടെ അൾട്ടിമേറ്റ് ദൈവം എന്ന് പറയുന്നത് യഹോവയാണ്. മുസ്ലിമുകളുടെ അള്ളാഹു, ഹിന്ദുക്കൾക്ക് ബ്രഹ്മാവ്, അവർക്ക് സ്ത്രീ ദൈവങ്ങളൊക്കെ ഉണ്ട്, സരസ്വതി, പാർവതിയൊക്കെ. പക്ഷേ അൾട്ടിമേറ്റ് പവർ എന്ന് പറയുന്നത് ലോകം സൃഷ്ടിച്ചത് ബ്രഹ്മാവാണെന്ന് അവർ വിശ്വസിക്കുന്നത്. അതായത് അള്ളാഹുവിൻ്റെയും യഹോവയുടെയൊക്കെ സ്ഥാനത്ത് അവർ കാണുന്നത് ഈ പറയുന്ന ബ്രഹ്മാവിനെയാണ്. ഏറ്റവും കൂടുതൽ പുരോഗമന മതം എന്ന് അവകാശപ്പെടുന്ന ക്രിസ്ത്യാനിറ്റി, അല്ലെങ്കിൽ അവരുടെ പ്രത്യേകിച്ച് അതിനകത്ത് ഏറ്റവും പുരോഗതി പ്രാപിച്ചു, അല്ലെങ്കിൽ പുതിയ നിയമമൊക്കെ ഉണ്ടാക്കി മാറി നിൽക്കുന്ന ഒരു സമുദായമാണ് കത്തോലിക്കർ. ലോകം മുഴുവൻ പള്ളികളും സ്ഥാപനങ്ങളും അറിയാമല്ലോ, റോം മുതൽ. ആ സമുദായത്തിൽ സ്ത്രീകൾക്ക് കന്യാസ്ത്രീ വരെയാകാം, പിന്നെ അങ്ങോട്ട് പറ്റിയല്ല. അതുപോലെയാണ് ഹിന്ദു മതത്തിലും. എല്ലാ പൂജാരികളും പുരുഷന്മാരാണ്. വെറും പുരുഷന്മാരായ പോരാ, ചില സമുദായത്തിൽ ജനിക്കണം. എന്തൊരു വിരോധാഭാസം നോക്കണേ. അതുപോലെയാണ് മുസ്ലിമുകളിലും. അവരുടെ പള്ളികളിലെ പ്രധാനപ്പെട്ട കാർമ്മികരെല്ലാം പുരുഷന്മാരാണ്. പള്ളിയിൽ തന്നെ അവർക്ക് പോകാൻ പറ്റുമോ എന്നെനിക്ക് സംശയമുണ്ട്. പക്ഷേ ഇതിനുള്ള പ്രധാന കാരണം എന്താണെന്നറിയോ? ഈ പുസ്തകങ്ങളെല്ലാം എഴുതിയതും പല പല കാലഘട്ടങ്ങളിൽ എഴുതിയുണ്ടാക്കിയ കഥകളാണെങ്കിൽ പോലും അതിൻ്റെ എല്ലാം കഥാകൃത്തുക്കൾ പുരുഷന്മാരാണ്. അപ്പോൾ അവർക്ക് വേണ്ട രീതിയിൽ എങ്ങനെ സ്ത്രീകളെ അനുസരിപ്പിച്ച് നമ്മുടെ കൂടെ നിർത്താം എന്ന ചിന്താഗതിയിൽ കൂടെ എഴുതിയുണ്ടാക്കിയ കഥകളും വിശ്വാസ സംഹിതകളുമാണ് ഈ പുസ്തകങ്ങളിലെല്ലാം. പക്ഷേ എനിക്ക് ഏറ്റവും അതിശയകരമായി തോന്നുന്നത് ഇത് സ്ത്രീകൾക്ക് ഇതിൽ യാതൊരു പ്രതിഷേധവുമില്ല. ഒരു ക്രിസ്ത്യാനിയും പറയുന്നില്ല എനിക്ക് അച്ഛനാകണമെന്നോ അല്ലെങ്കിൽ പോപ്പാകണമെന്നോ. അതുപോലെ തന്നെ ഹിന്ദു മതത്തിലും ആരും പറയുന്നില്ല എനിക്കൊരു പൂജാരിയാകണം അല്ലെങ്കിൽ പൂജാരിണിയാകണമെന്ന്. ഇസ്ലാം മതത്തിലും അങ്ങനെ തന്നെയാണ്. അവിടെ പള്ളിയിൽ പോയി പള്ളിയിലെ മുല്ലാക്കാകണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവിടെ ചെയ്യണമെങ്കിൽ അവർക്ക് അതിന് സാധിക്കില്ല എന്നറിയാം. കാരണം അവരുടെ പുസ്തകം അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ അവർക്കും പ്രതിഷേധമില്ല. ഒന്നും വേണ്ട, നമ്മുടെ സാക്ഷര കേരളത്തിലെ ശബരിമലയിൽ പോലും സ്ത്രീകൾക്ക് പ്രവേശനമില്ല. അതിൽ ചില സ്ത്രീകൾക്കൊക്കെ പ്രതിഷേധിച്ചെങ്കിലും ജനറലി അങ്ങനെ വലിയ പ്രതിഷേധമൊന്നും സ്ത്രീകൾക്കില്ല. അവർക്ക് വേണ്ട, അവർക്ക് വിശ്വാസം മതി. കാരണം ഏറ്റവും കൂടുതൽ മതത്തിൽ അന്ധമായി വിശ്വസിക്കുന്നതിൽ ഭൂരിഭാഗം സ്ത്രീകളാണ്. അവരാണ് ഈ മതങ്ങളെ നിലനിർത്തുന്നത്. അതാണ് ഏറ്റവും അതിശയകരം. ഒരുപക്ഷെ അവരില്ലെങ്കിൽ ഈ മതമൊക്കെ എന്നേ ഇല്ലാതായിപ്പോയത്. കാരണം അവർക്ക് അവരുടെ ഒരു മാനസികാവസ്ഥ അങ്ങനെയാണ്, എന്തിനെങ്കിലും അനുസരിക്കുക എന്നുള്ളതാണ്. ഭർത്താവിന് അല്ലെങ്കിൽ ദൈവങ്ങളെ അനുസരിക്കുക, അതവരുടെ ഒരു നേച്ചറായിരിക്കണം. എന്താണേലും അവരാണ് ഈ മതങ്ങളൊക്കെ നിലനിർത്തുന്നത് എൻ്റെ അഭിപ്രായത്തിൽ. അപ്പോൾ അറിയാമല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എഴുത്തുകാരായ പുരുഷന്മാർ എഴുതിയുണ്ടാക്കിയ പുസ്തകങ്ങളിൽ കൂടെ ആണ് ഈ പുരുഷ മേധാവിത്വം നമ്മളെ അടിച്ചേൽപ്പിക്കുന്നത്. സ്ത്രീകളെങ്കിലും ഇനിയെങ്കിലും അത് മനസ്സിലാക്കുക. അതൊന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്.